സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ, രാഹുലിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അനുപമ ടീച്ചറിനെ പോലെ നീയും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഡിവോഴ്സ് നോട്ടീസ് അയപ്പിച്ചത്. എന്നെ രാഹുലിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ നീയോ നിന്റെ അനുപമ ഇളയമയോ വിചാരിച്ചാൽ നടക്കില്ല. പറഞ്ഞേക്ക് നിന്റെ അനുപമ ഇളയമയോട് ഇനി ഈ കളി വേണ്ടെന്ന്. നിന്റെ ഈ കളി എന്നോടും മോളോടുള്ള വെറും കുശുമ്പായിട്ടാ ഞാനിപ്പോ കരുതുന്നത്. വലിയ ലക്ഷ്യം വേറെ ഉണ്ടെങ്കിൽ അഞ്ജലിയുടെ ഗതി തന്നെയായിരിക്കും നിനക്കും. കീർത്തിയായി പറയുന്നത്. നീയും നിന്റെ കുഞ്ഞും ഇവിടുന്ന് ഇറങ്ങുവടി. ആ കുഞ്ഞു തന്നെ ഒടുക്കം നിന്നോട് പറയും, നമുക്കിവിടുന്ന് പോവാം അമ്മയെന്ന് പറയിപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. റോഷൻ മെഡിസിൻ തുടർച്ചയായി കഴിച്ചിരുന്നില്ലേ? അതോ ഭാര്യ കാണുമെന്ന് കരുതി കഴിക്കാതിരുന്നോ? ഞാൻ കഴിച്ചിരുന്നു ഡോക്ടർ. ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഞാൻ മെഡിസിൻ മാറ്റി എഴുതി തരാം. ഒരു 2 ആഴ്ച അതൊന്ന് കഴിച്ചു നോക്ക്. ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്ന ഡോക്ടർ? അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ റോഷൻ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? റോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോഴത്തെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ചികിത്സ നടത്തുന്നു, ചിലപ്പോൾ ഫലം ഉണ്ടായേക്കാം. പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് മുന്നിൽ സമയമുണ്ടല്ലോ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളൊന്നും ആയിട്ടുമില്ലല്ലോ. നമുക്ക് നോക്കാം റോഷൻ. മെഡിസിൻ കഴിച്ചതിന് ശേഷം എന്നെ വന്ന് കാണണം. എന്തൊക്കെ ടെസ്റ്റ് നടത്തണമെന്ന് ഞാൻ അപ്പം പറയാം. അടുത്ത പ്രാവശ്യം വരുമ്പം വൈഫിനെയും കൊണ്ടുവരണം. എനിക്ക് സംസാരിക്കാനുണ്ട്. ചിന്നുകുട്ടി പഠിക്കുകയാണോ? കീർത്തി ആന്റി എന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാത്തെ? കീർത്തി ആന്റി അല്ല, കീർത്തി അമ്മ. ഓ, ഞാനത് മറന്നു. അമ്മ ഫോണിൽ സംസാരിക്കുക. അങ്കിൾ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ഓഫീസിൽ ചെന്നാ ബിസി. ആകെ കിട്ടുന്ന ഒരു ഇത്തിരി സമയം അത് എന്റെ കൂടെ മതി. വാ റോഷൻ. ഹലോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചാൽ മതി.
ആ ആ ആ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ആ അയ്യോ, എന്താ മോളെ? എന്റെ ബാഗിൽ എന്തോ ഒരു ജീവി. ബാഗിൽ എന്തോ ഉണ്ട്. ജീവിയോ? ബാഗിനകത്ത് എങ്ങനെ വന്നു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉണ്ട്, ഞാൻ കണ്ടു. ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കണ്ട മോളെ, ഇത് റബ്ബറാ. പേടിക്കണ്ട കേട്ടോ. വാ, ഇത് കണ്ടോ? ഇതെങ്ങനെ ബാഗിനകത്ത് വന്നു? ആ അത് പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ ആരെങ്കിലും ഇട്ടതായിരിക്കും മോളെ പറ്റിക്കാൻ വേണ്ടി. സ്കൂള് വിട്ട് വന്നതിന് ശേഷം ഞാൻ ബാഗ് തുറന്നിരുന്നു, അപ്പൊ കണ്ടില്ല. അപ്പോ ഇവിടെ നിന്ന് ആരെങ്കിലും ഇട്ടതായിരിക്കും. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ. അതാരാണെന്നേ അറിയേണ്ടതുള്ളൂ. ഞാൻ ബാഗ് ഇവിടെ വെച്ച് പോകുമ്പോ സ്വപ്നാന്റി മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ അവള് തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. സ്വപ്ന, മുകളിലേക്കാ പോയത്. സ്വപ്ന, സ്വപ്ന. ഭർത്താവിന്റെ കൂടെ ഇത്തിരി നേരം ചെലവഴിക്കുക അതിന് സമ്മതിക്കില്ല. ഇത് സ്വപ്നയല്ലേ കുഞ്ഞിന്റെ ബാഗിലിട്ടത്? അയ്യോ, ഞാനോ? സ്വപ്നയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മോളെ ഉപദ്രവിക്കരുതെന്ന്. ഈ പാവം കുഞ്ഞ് എന്ത് പിഴച്ചു? ഹോ, ഞാനല്ല ഇത് ചെയ്തെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാ? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഈ വീട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും. സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പോക്കോ. ഈ വീട്ടിൽ എനിക്കുള്ള അധികാരമേ സ്വപ്നയ്ക്കുള്ളൂ. നമ്മള് രണ്ടുപേരും ഒരുപോലെയാ. ആ, അങ്ങനെ പറയല്ലേ. മറ്റൊരുവനിലുണ്ടായ കുഞ്ഞുമായിട്ടല്ല ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ കഴിയുന്നത്. സ്വപ്ന, എന്താ ഞാൻ പറയുന്നതിൽ തെറ്റ്? ശരിയല്ലേ? ഈ വീട്ടുകാര് എന്നെ സ്നേഹിക്കുന്നു, നിന്നെ വെറുക്കുന്നു. എന്നിട്ടും എന്തിനാ നീ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ കഴിയുന്നേ? ഇതിനൊക്കെയുള്ള മറുപടി ഒരു നാൾ ഞാൻ നിനക്ക് തരാം. മോളെ ഇങ്ങനെ ദ്രോഹിച്ചാ സഹി കെട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതിനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? തൽക്കാലം ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മോളെ ഇങ്ങനെ ദ്രോഹിച്ചാ കീർത്തി ആരാണെന്ന് നീ അറിയും. മോള് വാ. വാ മോളെ. പോടുന്നു. ഇവളിത് എവിടെ പോയി? കീർത്തി, ഒരുവിധം പാത്തും പതുങ്ങി വന്നതാ. അപ്പൊ അവളിവിടെ ഇല്ല. നീ ഇതെവിടെ പോയി? മോളുടെ ബാഗിലെ ഒരു റബ്ബർ ചിലന്തി കൊണ്ടിട്ട് സ്വപ്ന പേടിപ്പിച്ചു. മോള് നന്നായിട്ട് പേടിച്ചു. ഒരു വിധം ഒന്ന് കിടത്തി ഉറക്കിയത്. അപ്പൊ ഉറങ്ങിയ നീ ഇവിടെ ഇരുന്ന് ഇനി ഇപ്പൊ ഇങ്ങോട്ട് വരില്ല. അത് പറഞ്ഞപ്പോ പെണ്ണിന്റെ നാണം കണ്ടില്ലേ? നമ്മളെ അകറ്റാൻ നോക്ക വീട്ടുകാര്.
പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പരസ്പരം കൂടുതൽ അടുക്കുക അല്ലേ? അതെ, നമ്മുടെ അടുപ്പം ഇവിടെ മറ്റാർക്കും അറിയില്ല. വക്കീലിന്റെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? വക്കീല് വിളിച്ച് ആരോടെങ്കിലും പറയുവോ? പറഞ്ഞാൽ നമ്മുടെ ഈ നാടകം പൊളിയും. പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാതിലടയ്ക്കാം. ഒരു ഭർത്താവിന് ഇങ്ങനൊരു ഗതി കരുത്തില്ല എന്റെ ഈശ്വരാ. അയ്യോ, ആരാ? കീർത്തി രാഹുൽ മുറിയിലുണ്ടോ? ആ ഇല്ല മുത്തശ്ശ. എവിടെ പോയതാണാവോ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാറുമില്ല. എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. നീ വാതില തുറക്ക കീർത്തി. ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എനിക്ക് കേക്കാം. വാതില് തുറക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഇതുവഴി പോകാൻ പറ്റുമോ? എടി വാതില് തുറക്ക്. എന്ത് കാണിക്കുന്നു? വാതില് തുറക്കാൻ. എനിക്ക് ഉറക്കം വരുന്നു മുത്തശ്ശ, നാളെ പറയാം. പോരാ, ഇപ്പൊ പറയണം. വാതില് തുറക്ക്. തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണം? ഇത് എവിടെ കയറി പോകും? ഞാൻ അവിടെ കിടക്കാൻ പോകും. നീ പോയി വായിലുറക്കം. അയ്യോ മണ്ടൻ, മുത്തശ്ശൻ കാണൂന്ന്. അയ്യോ, എനിക്ക് മുത്തശ്ശൻ കാണും. പൊക്കോ പൊക്കോ. അയ്യോ, കീർത്തി വാതില് തുറക്ക്. വാതില് തുറക്കടി. അയ്യോ, മുത്തശ്ശൻ എന്നെ പിടിച്ചത് തന്നെ. ഈശ്വര ഭഗവാനെ. ഈശ്വര, വെറുതെ തെറ്റിദ്ധരിച്ചു. എന്താ മുത്തശ്ശ? ഞാൻ കരുതി രാഹുൽ ഈ മുറിക്കകത്തുണ്ടെന്ന്. ആ വൃത്തിയിട്ടവനെ ഞാൻ എന്റെ മുറി കേറ്റുവോ? എന്നാലും അവൻ എവിടെ പോയി? ആ അതെ, മോളുടെ ഫോൺ എന്തേ? എന്തിനാ? മോള് ഫോൺ ഇങ്ങതാ. അതൊക്കെ ഉണ്ട്. കൊണ്ടാ മുത്തശ്ശന് ഫോൺ താമോളെ. താ. എവിടെ ഇരിക്കുന്നേ? അവിടെ ഉണ്ടാ.
എന്നോടാ കളിയല്ലേ? ഇങ്ങോട്ട് വാടാത്തോരപ്പ. നീ ഇതിന്റെ അടി കയറി ഒളിച്ചിരിക്കുകയാണല്ലേ? ഇങ്ങോട്ട് എണീക്കടാ. ഇവിടെ വാടാ. കള്ള, എന്നെ പറ്റിക്കാവെന്ന് കരുതിയോടാ നീ? അയ്യോ രാഹുൽ, രാഹുൽ ഇപ്പൊ ഇതിനകത്ത് കയറി വൃത്തിയിട്ടവനെ ഇറങ്ങന്റെ മുറിന്ന്. നീ എന്നെ പറ്റിക്കാൻ നോക്കുവായിരുന്നല്ലേ തുറപ്പാ? എനിക്ക് മുറി കിടന്നാൽ ഉറക്കം വരുള്ളൂ, അതുകൊണ്ടാ. എങ്കിലൊരു കാര്യം ചെയ്യേ, കീർത്തി എന്റെ മുറി പോയി കിടക്ക്, ഞാനും ഇവനും ഇവിടെ കിടന്നു. ആ മുറി കിടന്നാൽ എനിക്ക് ഉറക്കം വരും. വാ. എടാ, അവിടെ നിക്കടാ. കീർത്തി ഇവിടെ തന്നെ കിടന്നു, ഞങ്ങൾ അവിടെ കിടന്നോളാം. എനിക്ക് മുറി കിടന്നാൽ ഉറക്കം വരും. എടാ, ഇന്നത്തെ രാത്രി നിന്നെ ഞാൻ ഉറങ്ങാൻ വിടില്ല. വെളച്ചിലെടുക്കുന്നോ നീ? നടക്കടാ, നടക്കടാ, നടക്കാൻ. ഇങ്ങനെ നടക്കില്ലേ? എന്താടാ തിരിഞ്ഞു കളിക്കുന്നത്? നടക്കടാ, നടക്കടാ അങ്ങോട്ട്. അതെ, നിന്റെ ഫോണെ തൽക്കാലം എന്റെ കയ്യിരിക്കട്ടെ. ഓ വിഷമിക്കാതെ ചിന്നു, എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല അമലേട്ടാ. ആ ആന്റി ഭയങ്കര കുഴപ്പക്കാരിയല്ലേ? അതെ, എന്നെ എപ്പോഴും ഉപദ്രവിക്കും. എന്താ അവരുടെ പേര്? സ്വപ്ന. ഒരു പണി കൊടുത്തില്ലെങ്കിൽ ആ ആന്റി ചിന്നുവിനെ ഇനിയും വീണ്ടും ഉപദ്രവിക്കും. സ്കൂൾ വിട്ടു പോകുമ്പോ ഞാൻ ചിന്നുവിനൊരു പൗഡർ തരാം, അതാരും കാണാതെ ആ ആന്റിയുടെ ബെഡിലിടണം. എന്ത് പൗഡറാ? ചിന്നു ഞാൻ പറയുന്നത് പോലെ ചെയ്, അപ്പ അറിയാം. ആ ആന്റി അതിലിരുന്നാലോ കിടന്നാലോ അപ്പ പണി കിട്ടും. ചൊറിച്ചില് കാരണം അവർക്ക് നിക്കാൻ കഴിയില്ല. നല്ല രസമായിരിക്കും അല്ലേ കാണാൻ? അമലേട്ടന് എവിടുന്ന ഈ പൗഡർ കിട്ടുക? അതൊക്കെയുണ്ട്. ക്ലാസ് വിടുമ്പോ നീ എന്നെ വന്ന് കണ്ടാ മതി. ആ ശരി. എല്ലാരും കഴിച്ചോ? ചിലർക്കൊക്കെ വിശപ്പില്ലാന്ന്, പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. ഒരു കൂസലുമില്ലാതെ കീർത്തി നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന കാണുമ്പോ എനിക്കെന്തോ ദേഷ്യം കാലിലൂടെ കേറും. എല്ലാവർക്കും ഉണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? രാഹുലിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യാനോ? അവൾക്കൊപ്പം ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. എന്ത് ചെയ്യാനോ? ശരിയാ. ഞാനൊരു വഴി പറയട്ടെ, അവളെയും കുഞ്ഞിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. പറയും. ഏട്ടന്റെ സ്വത്തിൽ വലിയൊരു ഭാഗം റോഷനും രാഹുലിനും ഭാഗം വെക്കുക. ഈ വീടും സ്ഥലവും റോഷന് കൊടുക്കുക, പുറത്തുള്ള സ്ഥലങ്ങൾ രാഹുലിന്.
ഈ വീട്ടിൽ രാഹുലിന് അവകാശം ഉള്ളത് കൊണ്ടല്ലേ അവൾ ഇവിടെ താമസിക്കുന്നത്. റോഷന്റേതായി കഴിഞ്ഞാൽ അവക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ല. പിടിച്ചു നിൽക്കാൻ അവക്ക് കഴിയില്ല. ഇറക്കി വിടാം. സംഗതി കൊള്ളാം. പക്ഷേ റോഷൻ അവളെ ഇറക്കി വിടുവോ? നമ്മൾ എന്ത് പറഞ്ഞാലും സ്വപ്ന കേക്കും. നമുക്ക് അവളോട് പറയാം, അവളെ ഇറക്കി വിട്ടോളും. അവമാനം സഹിക്ക വയ്യാതെ കീർത്തി ചിന്നുവിനെയും കൊണ്ട് ഇറങ്ങും. രാഹുൽ അവളെ നകലാൻ ആഗ്രഹിക്കുന്നതല്ലേ, അവന്റെ സപ്പോർട്ടും ഉണ്ടാവും. അച്ഛൻ അതിന് അനുവദിക്കോ? എനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തില് അച്ഛന്റെ അഭിപ്രായം നോക്കേണ്ടതില്ല. നമുക്ക് അനുഭവം പറഞ്ഞ പോലെ ചെയ്യാം. മക്കളോട് രണ്ടുപേരോടും പറയണ്ടേ? അവര് സമ്മതിക്കോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ കലാവതി. എന്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ള സമയത്ത് എന്റെ മക്കൾക്ക് എഴുതി കൊടുക്കുന്നു, അത്ര തന്നെ. അഡ്വക്കേറ്റ് രാജശേഖരൻ സാറിനെ ഒന്ന് വിളിക്കണം. അദ്ദേഹത്തിന്റെ സഹായം ഇതിനാവശ്യമാണ്. കീർത്തി വിജയിച്ച സന്തോഷത്തിലാ. അവളെ തോൽപ്പിക്കാൻ ഇതേ വഴിയുള്ളൂ. നമ്മളൊക്കെ ആരാണെന്ന് അവൾ അറിയണമല്ലോ.